നമ്മുടെ മുമ്പിലുള്ള ധർമ്മം അതാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ആ മുഹമ്മദ് നബിയെ ചരിത്രത്തിലൂടെ വായിച്ചതിന്റെ ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും കവിത പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ശ്രീ ഗുരുദേവൻ പരിശുദ്ധ റസൂലിന്റെ ചരിത്രം പഠിച്ചിട്ട് കവിത പാടുകയാണ്. എന്തുകൊണ്ട്? അയൽവാസിയോട് പെരുമാറിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കയ്യിൽ ഒരു മരക്കൊമ്പുണ്ടെങ്കിൽ ആ മരക്കൊമ്പിനെ മണ്ണിൽ കുഴിച്ചിടാതെ നിങ്ങൾ ഒരു സത്യവിശ്വാസിയാവുകയില്ല. മരക്കൊമ്പിനെ കുഴിച്ചിടാതെ വലിച്ചെറിയുന്നത് സത്യവിശ്വാസിയുടെ അടയാളവുമല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തെ നക്ഷത്രാങ്കിതമായ രാത്രികളിൽ ആകാശത്തേക്ക് കണ്ണു ചിമ്മിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി 1,24,000 പരം സഹാബത്തിനെ പഠിപ്പിച്ചു പോയി. എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. ഈ നീലവേലാപ്പാകുന്ന ആകാശം എങ്ങനെയാണ് ആ മട്ടുപാവ് ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് പർവ്വതങ്ങളെ ഭൂമിയുടെ ആണിയാക്കി മാറ്റിയത് എന്ന് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഭൂമി പരത്തപ്പെട്ടത്? എത്ര ശാസ്ത്രശാഖകളാണ് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രദാനം ചെയ്തത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിച്ചിട്ട് ശ്രീനാരായണ ഗുരു കവിത എഴുതി. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഇത് പുരുഷന്റെ ആകൃതിയിൽ ദൈവം തന്നെ മണ്ണുക്ക് വന്നതാണോ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? അല്ല, ധർമ്മം നരന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ അവതാരമായിട്ട് വന്നതാണോ? പരമേശ്വര പവിത്ര പുത്രനോ? ഇങ്ങനെ നല്ല വ്യവസ്ഥിതി ജീവിതത്തിലൂടെ മറ്റുള്ളവരെ പഠിപ്പിച്ച ഈ നായകൻ പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്രനായ പുത്രനാണോ എന്ന് പോലും ഞാൻ സംശയിക്കാൻ. അതുകൊണ്ട് മുഹമ്മദിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നതിന് പകരം ഒറ്റ വാക്ക് എന്ന് ശ്രീ ഗുരുദേവൻ പറഞ്ഞു. ഏതാണ് ആ വാക്ക്? കരുണാവാം നബി മണിമുത്തുരത്നമോ. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുരത്നമാണോ, മാണിക്യമാണോ, മരതകമാണോ? ആ ചോദ്യം, ആ ഇലിസ്ട്രേഷൻ, ആ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ റസൂലിനെ പഠിക്കണം. അങ്ങനെയുള്ള ഒരു ആചാര്യനെ ഇത്ര റബീഉൽ അവ്വലുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും നമ്മൾ ചർവിത ചർവണം നടത്തുന്നത് ഒരേ ഒരു ആചാര്യനെയാണ്. ഏതാണ് ആ ആചാര്യൻ? മദീനയുടെ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഇമാം, മദീനയുടെ പള്ളിയുടെ മിമ്പറിൽ കയറിയ ഖതീബ്, മദീനയുടെ പള്ളിക്കകത്ത് പ്രസംഗിച്ചു പോയ മുദർരിസ്, മദീനയുടെ പള്ളിക്കകത്ത് ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ നടത്തിയ ഖാലി, ഇതിലപ്പുറം പള്ളി വിട്ടിട്ട് പൊതുപ്രവർത്തനം നടത്തിയ മുഹമ്മദ് മുസ്തഫാന റബീഉൽ അവ്വൽ വന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ്? ഒരു മരം അന്യായമായി മുറിക്കപ്പെട്ടപ്പോ സഹാബികളെ വരൂ, നമുക്ക് ധർമ്മമുണ്ട്, നമുക്ക് കടമയുണ്ട്. എന്ത്? ഒരു മരമാണ് മുറിക്കപ്പെട്ടത്, അതുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി ധർണ നടത്തണം എന്ന് പറഞ്ഞ് മദീനയുടെ കുഗ്രാമത്തിലൂടെ പ്രതിഷേധത്തിന്റെ ജ്വാലമുടക്കിയിട്ട് കടന്നുപോയ ആചാര്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾ പഠിച്ചിട്ടില്ല. പക്ഷി ഇങ്ങനെ വട്ടമിട്ട് താഴേക്ക് പറന്നപ്പോ പക്ഷിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ്. ഓ, അങ്ങനെയാണോ? എന്നാൽ പക്ഷിക്ക് വേണ്ടി നിലകൊണ്ട പക്ഷി പ്രകൃതി സ്നേഹിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മക്കൾ ഇതുവരെ അടുത്തറിഞ്ഞിട്ടില്ല. വെള്ളമാണ് ലോകത്തിന്റെ അമൂല്യ വസ്തു. മദീനയുടെ പല സ്ഥലങ്ങളിൽ നിന്നും 1.5 മൈലുകൾക്കപ്പുറത്ത് നിന്നൊക്കെ ഒറ്റക്ക് നഗ്നപാതനായി താണ്ടിപ്പോയിട്ട് മണ്ണിന്റെ പാത്രത്തിലും തോൽപാത്രത്തിലും വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന നായകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കണം. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഇഫ് യു ആർ ഇൻ എ റണ്ണിംഗ് സ്ട്രീം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ നിന്നാണ് നിങ്ങൾ ജലോപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വുളു എടുക്കുന്നത്. എന്നാൽ പോലും 3 വട്ടം മുഖം കഴുകിയാൽ 4ാമതൊരു വട്ടം നിങ്ങൾ മുഖം കഴുകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു പോയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ജനറൽ കോഫി അന്നാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത നൂറ്റാണ്ടിൽ ലോകം, അടുത്ത പതിറ്റാണ്ടിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഒരു തുള്ളി വെള്ളത്തിനാണ്. ആ വെള്ളത്തിന്റെ പ്രാധാന്യം 114 മുമ്പ് നമ്മളെ ബോധ്യപ്പെടുത്താൻ. ഒരാള് വെള്ളം ചോദിച്ചു വന്നാൽ അത് തള്ളാൻ പാടില്ല, കൊടുക്കണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 3 വസ്തുക്കൾ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ, ഇസ്ലാമിക വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ 3 വസ്തുക്കളെ ചോദിച്ചാൽ ഉണ്ടായിരിക്കെ അത് ഇല്ല എന്ന് പറയാൻ പാടില്ല, അത് കൊടുക്കാതിരിക്കാനും പാടില്ല. അതിൽ ഒന്നാമത്തത് അൽമാ, അത് വെള്ളമാണ്. ഇനി വലിയൊരു വരൾച്ച വരെയാണ്. അള്ളാഹുവാണ് ഏത് കിണറ്റിലെ വെള്ളം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അള്ളാഹുവാണ് ഏത് കിണറ്റിലെ വെള്ളത്തെ അവശേഷിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സംഗതി വശാൽ നമ്മുടെ അയൽവാസികളുടെ ഒരുപാട് കിണറുകൾ വറ്റി നമ്മുടെ കിണറ്റിൽ സുലഭമായ വെള്ളമുണ്ട്. അപ്പോ അയൽവാസിക്ക് നമ്മളൊരു ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ അവിടെ വെക്കുക, അതിനൊരു ബിസിനസ് ആക്കി മാറ്റുക. ഇത്ര കുടം വെള്ളം ഇത്ര വിലക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ നിയമത്തിന് അള്ളാഹു നൂറ്റിയെടുത്താൽ നമ്മൾ വേറെ എവിടെങ്കിലും പോയിട്ട് കുടുക്ക കയ്യിലെടുത്തിട്ട്, കുടം കയ്യിലെടുത്തിട്ട് ക്യൂ നിൽക്കണം. റബ്ബ് തന്ന നിയമത്തിനെ വിലക്ക് വാങ്ങരുത്, വില പറയരുത്. 3 വസ്തുക്കളെ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. അതിൽ ഒന്നാമത്തത് വെള്ളമാണ്. രണ്ടാമത്തത് അൽ മിൽഹ്, ഉപ്പാണ്. ഉപ്പിനും അങ്ങനെ നമ്മള് ഒരു മാനദണ്ഡം പറയാൻ പാടില്ല. പിന്നെ വന്നാർ, തീയാണ്. തീയ് അത് ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു ആവശ്യകത ഇല്ല, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. വിറകുമ്മല് തീയാക്കിയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കൊണ്ടുപോകുന്ന തീയിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതിനെ മൻ ചെയ്യാൻ പാടില്ല. നിലപാടാണ് ഇസ്ലാം. നമ്മൾ കുറെ നോമ്പ് നിൽക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഇസ്ലാമിന്റെ ബേസിക്കലി ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ മതത്തിന് എന്ത് ടേസ്റ്റ്? ഇൻഗ്രീഡിയൻസ് വേണം, മുലാഫാത്ത് വേണം. ഈ മുലാഫാത്താണ് ഇതൊക്കെ. അപ്പൊ ആ പ്രവാചകന് നമ്മളെ കുട്ടികൾ റബീഉൽ അവ്വൽ വരുമ്പോഴും പഠിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ പ്രവാചകൻ നമ്മൾ പഠിക്കുന്നില്ല. ഏതാണ് ആ പ്രവാചകൻ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഥ പറയുകയാണ്, എന്റെ പ്രിയതമനായ നായകൻ സ്വന്തം മൃഗത്തെ, സ്വന്തം ആടിന്റെ പാല് കറക്കുമായിരുന്നു. ആടിനെ കറന്നെടുക്കുമായിരുന്നു. കാലിപാത്രം കയ്യിൽ പിടിച്ചിട്ട് ആടിന്റെ പാലെടുക്കാൻ പോവാൻ. യഹ്ലുബു, ഹലീബ് എന്ന് അറബിയിൽ പറഞ്ഞാൽ കറന്നെടുത്ത പാലിനാണ് പറയാ. മറ്റത് ലബനാൻ. ആടിനെ കറക്കുമായിരുന്നു. വീട് തൊഴുതു വൃത്തിയാക്കുമായിരുന്നു. സ്വന്തം ലോകം പടക്കാൻ കാരണക്കാരനായ ഒരു പ്രവാചകൻ. നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് ഗസ് ചെയ്യാൻ കഴിയോ? ചൂലെടുത്തിട്ട് നിലം വൃത്തിയാക്കാൻ. പ്രസ്റ്റീജിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. സാധാരണ തിണ്ണയില്, തറയില് സഹാബത്തിന്റെ കൂടെ നടന്നു പോവാണെങ്കിൽ, എന്തെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കണമെങ്കിൽ സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. അള്ളാന്റെ റസൂലിന് ഇരിക്കാൻ വേണ്ടി ഒരു സിംഹാസനം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് അപ്പോഴേക്ക് പരിശുദ്ധ റസൂല് നിലത്തിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് കണ്ട സഹാബികൾ പറയാൻ, സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ലാളിത്യം. ആ പ്രവാചകൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഏതാണ് ആ പ്രവാചകൻ? ഒരാളെയും തന്റെ കൈ കൊണ്ട് പരിശുദ്ധ റസൂൽ മുസാഫഹത്ത് നടത്തിയിട്ടില്ല. അവസാനം കൈ വലിക്കുന്നത് ലോകനായകനാവാതെ ഒരിക്കലും കൈ കൊടുക്കൂല. ഒരാൾക്ക് മുസാഫാത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ ഒരാൾക്ക് ഹസ്തദാനം, ഹസ്തം ദാനം ചെയ്യുകയാണെങ്കിൽ ആ ഹസ്തം അയാൾ വലിക്കാതെ ഒരിക്കലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചിട്ടില്ല. കൺസിഡറേഷൻ. നേരത്തെ പറഞ്ഞത് സിംപ്ലിസിറ്റി, ഇത് കൺസിഡറേഷൻ. എല്ലാ കാര്യങ്ങളും ആ അഗാധ തലത്തിൽ കണ്ട റസൂലിനെ ഇത്ര റബീഉൽ അവ്വലുകൾ കടന്നുപോയിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളെ നായകൻ സുന്നത്തായ രീതിയിൽ നഖം മുറിച്ചതിന് പോലും ഒരു ചര്യയുണ്ട്. നമുക്കൊക്കെ എത്ര വയസ്സായി? ഈ ആയുസിന്റെ ഇടയിൽ പരിശുദ്ധ റസൂൽ നഖം മുറിച്ച പോലെ നഖം മുറിക്കാൻ എനിക്ക് സാധിച്ചോ റബ്ബേ എന്ന് സ്വന്തം സത്യത്തോട് ചോദിക്കണം നമ്മള്.
അതാണ് സ്വന്തം ശരീരത്തോട് ചോദിക്കണം, വലത് കൈയിന്റെ നഖം എങ്ങനെ മുറിച്ചു, ഇടത് കൈയിന്റെ വിരലുകളുടെ നഖം എങ്ങനെ മുറിച്ചു, കാലുകളുടേതെങ്ങനെ മുറിച്ചു. ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാം. നെയിൽ കട്ടർ കയ്യിലെടുക്കുന്നവരാണ്. പരിശുദ്ധ റസൂലിന്റെ സുന്നത്തായ നഖം മുറിക്കൽ സാധിച്ചോ? ഏതായാലും നഖം മുറിക്കുകയാണെന്നാൽ അതൊരു പുണ്യം കിട്ടുന്ന രീതിയിൽ കുപ്പായം ധരിക്കുന്നവരാണ്. വലതിനെ മുന്തിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുടി ചെയ്യുമ്പോ വലത് ഭാഗത്ത് നിന്നാണ് മുടി ചെയ്യത്. എന്തിന്? പരിശുദ്ധ റസൂലിന്റെ സഭ അങ്ങനെയാണ്. കുപ്പായം ധരിക്കുമ്പോ, ഖമീസ് ധരിക്കുമ്പോ വലത് കൈയാണ് ആദ്യം ധരിച്ചത്. ചെരുപ്പ് ധരിക്കുമ്പോ വലത് ചെരുപ്പാണ്, കാലിന്റെ ചെരുപ്പാൻ ആദ്യം ധരിച്ചത്. എല്ലാ കാര്യങ്ങളിലും യുഖദ്ദിമുത്തയാമിൻ, വലതിനെ മുന്തിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത, ഒരു മനനം ഉണ്ട്. ഞാനും ഒരു സുന്നത്തെടുക്കേണ്ട ആളാണ്. സാധിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്തു പോകുന്ന സാധനങ്ങളാണ്. അതിൻ്റെ ഈ ഒരു എന്താ പറയുക വേർഷൻ ഒന്ന് ഈ രീതിയിലേക്ക് ഒരു ടേമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇംപ്ലിമെൻ്റ് ആയി പോകും. എണ്ണയിട്ട് യന്ത്രം പോലെ യാന്ത്രികമായി പിന്നെ അത് നമ്മൾ ചെയ്യും. നമ്മളെ മൈൻഡ് നമ്മളോട് അങ്ങനെ പറയും. അതിന് സുന്നത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യണം. സുന്നത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യണം. കുട്ടികളെ പഠിപ്പിക്കണം. രാവിലെ പ്രഭാതത്തിൽ എണീറ്റാൽ മോനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് കുട്ടികൾ ചെല്ലണം. കുട്ടികൾക്ക് അത് പഠിക്കണമെങ്കിൽ കുട്ടികൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അതിന്റെ പ്രാധാന്യം എന്താണ്? അഹ്യാനി, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എപ്പോ? ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ച ശേഷം. ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ മരിക്കുകയാണ് ചെയ്തത്. ഉറക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു സുഹൃത്താണ്, സഹോദരനാണ്. ആ മരണത്തിന്റെ ഇടയിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകാമായിരുന്നു. ഉറങ്ങാൻ നേരത്തെ നമ്മൾ അതാണല്ലോ ചെല്ലുന്നത്. ബിസ്മിക റബ്ബി, പരിശുദ്ധ തമ്പുരാനെ നിന്റെ പേര് കൊണ്ട് വദഅതു ജംബി, എന്റെ ശരീരത്തെ ഞാനിതാ ബെഡിലേക്ക് വെച്ചിരിക്കുകയാണ്. വബികാർഫാഹു, നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നാളെ ജീവനോടുകൂടെ ഉണരുന്നത്. ഇല്ലെങ്കിൽ മൈക്ക് കെട്ടിയിട്ട് ഇവിടെ അനൗൺസ് വാഹനം കടന്നു പോവുകയാണ്. നാട്ടുകാരെ ഒരു മരണ വാർത്ത. വബികാർഫാഹു അല്ലാഹുമ്മ ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, അല്ലാഹുവേ ഉറക്കിലെങ്ങാനും എന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നിന്റെ റഹ്മത്ത് അതിന് വേണം തമ്പുരാനെ. പിടിച്ചു വെക്കാതെ നാളെയുടെ പ്രഭാതത്തിലും നീ എണീറ്റ് നടന്നോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ സമ്മതം തരികയാണെങ്കിൽ അതിനെ സംരക്ഷിക്കണേ തമ്പുരാനെ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ അടിമകളുടെ ആത്മാവിനെ സംരക്ഷിച്ച പോലെ എന്നെ സംരക്ഷിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തിട്ടാണ് ഒരു കുട്ടി പോലും ബെഡിലേക്ക് ചായേണ്ടത്, ശയ്യ കൊള്ളേണ്ടത്. നമ്മുടെ മക്കൾ, എത്ര മക്കൾ ആ ദിക്ർ ചൊല്ലി കടന്നു എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ആ ദിക്ർ ചൊല്ലിയ ആൾക്കാണ് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന എന്ന് പറയുമ്പോ അതിന്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. കാരണം എന്താ? ഉള്ളിക്ക് ഇറങ്ങി. ഇന്നലെ രാത്രി ഞാൻ മരിച്ചിരിക്കുകയായിരുന്നു, നേരം വെളുത്തു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, ഉറക്കാകുന്ന മരണത്തിൽ നിന്ന് ഉണർച്ചയാകുന്ന ജീവിതത്തിലേക്ക് എന്നെ ജീവിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ബഅദമാ അമാതനി, ഇന്നലെ രാത്രി നീ എന്നെ മരിപ്പിച്ച ശേഷം ഇന്ന് ജീവിപ്പിച്ചു. വഇലൈഹിൻ നുശൂർ. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ എണീറ്റു, ഉറങ്ങി, എണീറ്റു, വീണ്ടും ഉറങ്ങി, വീണ്ടും എണീറ്റു, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം വഇലൈഹിൻ നുശൂർ, എണീക്കാത്ത ഉറക്ക് അവനിലേക്കാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ, നമ്മളോടാ പറയുന്നത്. പള്ളിക്കാട്ടിന്റെ മുന്നിലൂടെ പോകുമ്പോ മുസ്ലിമെ, നീ നിന്റെ സഹോദരങ്ങളോട് എന്ത്? അഹ്ലുൽ ഖുബൂർ, ദാറഖൗമുൽ മുഅ്മിനീൻ, ഖബറാളികൾ, ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അല്ലേ? ഖബറാളി, മുതലാളി എന്ന് പറഞ്ഞാൽ മുതലിനെ ആളി എന്ന് പറഞ്ഞാൽ എന്താ? ഉടമപ്പെടുത്തിയവൻ എന്നർത്ഥം. ഖബറാളി എന്ന് പറഞ്ഞാൽ ഖബറിനെ ഉടമപ്പെടുത്തിയവൻ. എത്ര പെട്ടെന്നാണ് മാറിയത്? ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുത്തു, എസ്റ്റേറ്റ് കൊടുത്തു, വീട് കൊടുത്തു, വാഹനം കൊടുത്തു, വരുമാന മാർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ മുഴുവൻ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്തു. ഇപ്പൊ ഒന്നിനെ ആളി, അത് ഖബറാളി. 1000 കോടിക്ക് അവകാശിനി, നാളെ 6 അടി മണ്ണിൽ
മണ്ണിന്റെ ജന്മിനെ. നമ്മൾ മരിച്ചു പോയാലും ജന്മിയാൻ, ഭൂമിയുടെ ജന്മിയല്ല, ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ജന്മിയല്ല. നാളെ 6 അടി മണ്ണിന്റെ ജന്മിനെ, 6 അടി മണ്ണിന്റെ ജന്മി. അതുകൊണ്ടാണ് ഖബറാളി. നമ്മളിൽ ഖബറിൽ കിടക്കാൻ, 6 അടി മണ്ണിൽ കിടക്കാൻ. പേര് മാന്നി മക്കള് പോലും മയ്യത്ത് എന്ന് വിളിക്കുന്ന ഒരു പേരിലേക്ക് മനുഷ്യൻ എന്ന വാക്ക് എത്ര പെട്ടെന്ന്. ഒരു റൂഹിന്റെ പിമ്പലത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഒരു റൂഹ്. ഇപ്പൊ ഈ റൂഹ് എന്ന് പറയുന്ന സാധനം എന്താ അല്ലേ? ആസ്ട്രൽ പ്രൊജക്ഷൻ നടക്കാൻ കേഡൽ ജിൻസൺ ഈ പരിസരത്തുകാരനാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് വലിയ പഠനമൊക്കെ നടത്തി വന്ന ആളാണല്ലോ കേഡൽ ജിൻസൺ. അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു. 3 പേരെ രാത്രി 3:30 മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റിട്ട് സ്വന്തം കിടക്കുന്ന കട്ടിലിന്റെ ചോട്ടില് കഠാരം മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മയെയും തല വെട്ടിക്കൊന്നു. ഇപ്പുറത്തുള്ള സ്വന്തം ചോര പെങ്ങളെയും കൊന്നു. 29 വയസ്സുകാരനായ കേഡൽ ജിൻസൺ ഇന്ന് ജയിലിൽ കിടക്കാൻ. എന്തിന്റെ പേരിലായിരുന്നു? ആസ്ട്രൽ പ്രൊജക്ഷൻ. എന്താണ്? പരകായ പ്രവേശം. എന്റെ റൂഹ്, എന്റെ ആത്മാവിനെ വേറുള്ള ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് എന്റെ ആത്മാവിലൂടെ എനിക്ക് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ട് ലോകത്തിന്റെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളുടെ ചോര വേണം. ഓൺലൈൻ മേഖലയിലൂടെ നമ്മളെ മക്കളെ എവിടെ എത്തി എന്നുള്ളത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ബ്ലൂ വെയിൽ വന്നല്ലോ നമ്മുടെ നാട്ടില്. കേരളത്തിൽ എത്ര കൗമാരക്കാരായ മക്കള് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തു, സൂസൈഡിനെ കമ്മിറ്റ് ചെയ്തു. ഉണ്ടായില്ലേ? റഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്ന 23 വയസ്സുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഫിലിപ്പ് ബുഡീക്കിൻ. ആ ഫിലിപ്പ് ബുഡീക്കിൻ എന്ന് പറയുന്ന ഭൗതിക വിദ്യാർത്ഥിയാണ് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം എന്ന പേരിലുള്ള ഒരു കമ്പ്യൂട്ടർ ഗെയിമിനെ, ഒരു മൊബൈൽ ഗെയിം ലോകത്തിന് വേണ്ടി സമർപ്പണം നടത്തിയത്. എന്തിനെ? മൊബൈലിൽ കൂടുതൽ കളിക്കുന്ന കുട്ടികളെ ട്രാപ്പിൽ അകപ്പെടുത്തണം. അവരിലേക്ക് ഒരു ലിങ്ക് പെട്ടെന്ന് വരികയാണ്. ആ ലിങ്ക് കുട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവനോട് റിക്വസ്റ്റ് ചെയ്യാണ്. മൊബൈലിൽ എന്തും പരീക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു പരീക്ഷണ കാലഘട്ടത്തിലാണ്. വർണ്ണങ്ങളുടെ ലോകത്താണ്. ദേ ആർ ലിവിംഗ് ഇൻ ദി വേൾഡ് ഓഫ് കളേഴ്സ് നമ്മളെ കുട്ടികൾ. അതുകൊണ്ട് അവർ അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അവൻ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവൻ തന്നെ അതിൽ ആഡ് ചെയ്യപ്പെട്ടത് അവൻ അറിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം മുതൽ ബ്ലൂ വെയിലിന്റെ അഡ്മിൻ അവന് ടാസ്ക് കൊടുക്കുകയാണ്. രാത്രി 2:30 മണിക്ക് എണീക്കണം. മൈൻഡ് സെറ്റായി. 2ാമത്തെ ദിവസത്തെ ടാസ്ക് എന്താ? മൊത്തം 50 ദിവസത്തെ ടാസ്ക് ആണ് ബ്ലൂ വെയിൽ ഗെയിം. 2ാമത്തെ ദിവസത്തെ ടാസ്ക് എന്താണ്? രാത്രി 3 മണിക്ക് എണീറ്റിട്ട് ബ്ലൂ വെയിലിന്റെ അഡ്മിൻ നിനക്ക് ആ നേരത്ത് വിട്ടുതരുന്ന ഹൊറർ വീഡിയോ നിന്റെ മൊബൈലിലേക്ക് എത്തും. ആ വീഡിയോ ക്ലിപ്പ് ഭീമാകാരമായ ഭീതിപ്പെടുത്തുന്ന വീഡിയോ ക്ലിപ്പായിരിക്കും. അത് രാത്രി 3 മണിക്ക് നിന്റെ റൂമിന്റെ കഥ കടച്ചിട്ട് ഇരുട്ടിന്റെ മറവിൽ നീ കാണണം. നമ്മളെ കുട്ടി അത് കണ്ടു. അവന്റെ മൈൻഡ് വീണ്ടും സെറ്റായി. 4ാമത്തെ ടാസ്ക് എന്താണ്? രാത്രി എണീക്കണം. 3:30 മണിക്ക് എണീറ്റിട്ട് സെമിത്തേരിയിൽ പോയിട്ട് ഇരിക്കണം. ശ്മശാനത്തിൽ പോയിട്ട് ഒറ്റയ്ക്കിരിക്കണം. ഖബർസ്ഥാനിൽ പോയിട്ട് മീസാൻ കല്ലിന്റെയും മൈലാഞ്ചി ചെടിയുടെയും ഇടയിൽ ഇവൻ പോയിരിക്കണം. 1 മണിക്കൂർ ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നോ? ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ കൊടുത്തു. അതിൽപ്പെട്ടൊരു ടാസ്ക് ആയിരുന്നു കയ്യിന്റെ തണ്ടയില് വലിയ കത്തി എടുത്തിട്ട് ബ്ലൂ വെയിൽ നീലത്തിമിംഗലത്തിന്റെ ഫോട്ടോ വരച്ചു വെക്കണം. രക്തം പൊടിയണം. എന്നിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് അഡ്മിന് വിട്ടു തരണം. അപ്പോഴാണ് നീ 20ാമത്തെ ടാസ്ക് കവർ ചെയ്തത്. ഓരോ ടാസ്കും കൊടുത്ത് കുട്ടി 40ാമത്തെ ടാസ്കിലേക്കൊക്കെ എത്തിയപ്പോ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, ആരും വേണ്ട, നാട്ടുകാർ വേണ്ട, രക്തബന്ധത്തിലുള്ള ആരും വേണ്ട. പാലക്കാട് ജില്ലയിലെ 16 വയസ്സുകാരനായ +1കാരൻ കുട്ടൻ, ഓമനക്കുട്ടൻ, അമ്മയുടെ പൊന്നുമോൻ, അമ്മയുടെ മൂത്തമകൻ, ആ വീട്ടിലെ ഒരേ ഒരു ആൺതരി കുട്ടനും പിന്നെ പൊന്നുമോളും മാത്രമാണ് ആ വീട്ടിലുള്ളത്. കുട്ടൻ പെട്ടെന്ന് അമ്മയോട് പറയാൻ, അമ്മയെ കുട്ടൻ മരിച്ചാലും കുട്ടന് അമ്മ തന്ന സ്നേഹം മുഴുവൻ അങ്ങ് അമ്മ പൊന്നുമോൾക്ക് കൊടുക്കണം. അപ്പൊ കുട്ടനെ മാറോട് ചേർത്തിട്ട് അമ്മ പറഞ്ഞു അത്രേ, എന്താ കുട്ട നീ അങ്ങനെ പറയുന്നത്? ഒന്നുമല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ കൊതറി മാറുകയാണ്. 50ാമത്തെ ദിവസം കുട്ടൻ 15 നില ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് സൂസൈഡ് ചെയ്തു. കുട്ടന്റെ മൊബൈൽ പിന്നെയാണ് പോലീസ് വന്നിട്ട് പരിശോധിക്കുന്നത്. ബ്ലൂ വെയിൽ ഗെയിമിന്റെ അവസാനത്തെ ബലിയാടായിരുന്നു പാലക്കാട്ടെ കുട്ടൻ. നമ്മളൊക്കെ നമ്മളെ മക്കളുടെ കാര്യത്തിൽ വലിയ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്.
മക്കൾ എന്നുള്ളതിന് ഖുർആൻ 2 ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അത് ദുനിയാവിന്റെ ബ്യൂട്ടിയാണ്. സമ്പത്തും സന്താനവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ സൗന്ദര്യം മുഴുവൻ അവന് കിട്ടിയെന്നാണ്. സമ്പത്തും വേണം, സന്താനവും വേണം. അത്യാവശ്യം ജീവിച്ചു പോകാൻ, കഞ്ഞി മുട്ടാതെ മുന്നോട്ട് പോകാനുള്ള സമ്പത്ത് തന്റെ കയ്യിലുണ്ട്, വരുമാന മാർഗമുണ്ട്, മക്കളുണ്ട്, ഒരു മനുഷ്യന്റെ സീനത്തായി എന്നാണ്. അല്ലാഹു തആല പറയാണ് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, ഒരു മനുഷ്യന്റെ ഫിത്നയും ഇത് രണ്ടും തന്നെയാണ്. എന്ത്? ഒന്ന് സമ്പത്ത്, ഒന്ന് സന്താനം. ഇത് രണ്ടും മനുഷ്യൻ ഉണ്ടായാൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം എന്നതിലപ്പുറം പടച്ചോനെ ഇതിനെ ഉപയോഗിക്കേണ്ട വഴിയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ് കൂടി നീ തരണം എന്ന് ആദ്യമേ ദുആ ചെയ്യണം. അത് വലിയ കാര്യമാണ്. ഞാൻ പറയട്ടെ, പാലക്കാട് ജില്ലയിലെ വളാഞ്ചേരിക്ക് ഇടയിലും കൊപ്പത്തിനിടയിലുള്ള നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള 21-കാരനാണ് സ്വന്തം അനുജനെ കടാര കുത്തി കൊലപ്പെടുത്തിയത്. സ്വന്തം ചോരയെ. ആ പിതാവും മാതാവും ഇപ്പം അങ്ങനെ പരിതപിക്കാൻ 9 വയസ്സുള്ള പൊന്നുമോൻ മരിച്ചു. അതിന്റെ ദുഃഖം നിന്ന് ആരാണ് കൊന്ന കൊലയാളി? അത് മൂത്ത മകനാണ്, അതൊരു മറ്റൊരു മകനാണ്. ആ മകൻ ഇപ്പൊ എവിടെയാണ്? അവൻ ജയിലിലാണ്. ഒരു മകൻ ജയിലിലായതിന്റെ ദുഃഖഭാരം, അപമാനഭാരം. ആ അപമാനഭാരത്തിന്റെ പുറമെ മറ്റൊരു മോൻ ഇവിടെ പറഞ്ഞു പോയതിന്റെ സങ്കടം. ഇത് രണ്ടും ഒരേ മാതാവിന്, ഒരേ പിതാവിന് കടന്നു വരികയാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, മക്കളും സന്താനവും ചിലപ്പോ ഫിത്നയാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ നന്നായി ദ്വാരക്കാൻ പറഞ്ഞത്. ഭാര്യയും മക്കളും നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗം കൈ പൊക്കിയിട്ട് ദ്വാരുന്നോളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. പടച്ചോനെ, നീ നൽകുന്ന ഭാര്യ സന്താനങ്ങളെ കണ്ണിന്റെ കുളിർമയാക്കണേ. എപ്പോഴാണ് നമ്മളെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മളെ കണ്ണിന്റെ കുളിർമയാവല്? നമുക്ക് നമ്മുടെ സഹധർമ്മിണിയിലൂടെ ഒരു പൊന്നു മോൻ ജനിച്ചു, അവൻ പഠിച്ചു, അവൻ UP കഴിഞ്ഞു, LP കഴിഞ്ഞു, UP കഴിഞ്ഞു, SSLC കഴിഞ്ഞു, ഹയർ സെക്കൻഡറി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. 10-25 വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 28-29 വയസ്സിൽ അവനൊരു പ്രപ്പോസൽ വരികയാണ്. ആ കല്യാണം വരുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനായ ആളെ പറ്റി നാട് മുഴുവൻ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നമ്മളെ മോളെ ഇവന്റെ കയ്യിലേക്കാണല്ലോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ പെൺകൊച്ചിന്റെ ബന്ധുക്കള് ഇവനെ പറ്റി അന്വേഷണം നടത്താൻ ഇവന്റെ നാട്ടിൽ വന്നിട്ട് വലിയൊരു എൻക്വയറി നടത്തി. സകല രാഷ്ട്രീയ പാർട്ടികളും ഇവനെ പറ്റി നല്ല വാക്കാ പറഞ്ഞത്. സകല സംഘടനകളും ഇവനെ പറ്റി നല്ല വാക്കാ പറഞ്ഞത്. സകല ക്ലബുകളും സാംസ്കാരിക സംഘടനകളും ഇവനെ പറ്റി നല്ല വാക്ക്. എല്ലാ പീഡിക കോലായിലും പെൺകുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ട് കയറിയിറങ്ങി. അവരെല്ലാം പറഞ്ഞത് നല്ല വാക്കാൻ. ഒരു നാട്ടില് 100 പേരോട് അന്വേഷിച്ചപ്പോ 100 ആളുകളും ഇവനെ പറ്റി പറഞ്ഞത് 100 നാവിന്റെ നല്ല നല്ല വാക്കാൻ. ഈ വിവരം ഇവന്റെ മാതാവിനും പിതാവിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഇവന്റെ ഉമ്മക്കും ഉപ്പക്കും പറയാം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, പടച്ചോനെ ഞങ്ങളുടെ പൊന്നുമോൻ ഞങ്ങളെ കണ്ണിന്റെ കുളിർമയായിരിക്കുകയാണ് തമ്പുരാനേ. അതാണ് മകൻ കണ്ണിന്റെ കുളിർമയാവാന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ മാത്രാണത്. അങ്ങനെ മക്കള് കണ്ണിന്റെ കുളിർമയാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ആലോചിക്കും. നമ്മളെ മക്കളെ കാണുമ്പോൾ ഉമ്മ ചിലപ്പോൾ ചീത്ത അറിയും, ഉപ്പ ചിലപ്പോൾ ചീത്ത പറയും. ആ മോള് എവിടെയെങ്കിലും ഒന്ന് വിരുന്നു പോയി, അല്ലെങ്കിൽ മോനെ എവിടേക്കെങ്കിലും ഒന്ന് വിരുന്നു പോയി. അപ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് അറിഞ്ഞത്, SSLCയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, കുഞ്ഞിനെ എല്ലാ വിഷയത്തിലും A+ ആണ്. അപ്പൊ നമ്മളെ കുട്ടി നമ്മളെ അടുത്തില്ല, കുട്ടി വിരുന്നു പോയതാണ്. ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമ്മളെ കുട്ടി ഇങ്ങനെ കയറി വരുമ്പോ ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിത്തടത്തിൽ കൊടുക്കുന്ന ഒരു ചുംബനുണ്ട്. ആ സ്നേഹവായ്പിന് ഭാഷയില്ല, അതിന്റെ അപ്പുറത്താണ്. ഇപ്പൊ ഇന്നലെ പോലും മോളെ കണ്ടതാണ് ഈ ഉമ്മ. പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു ഉമ്മ കൊടുത്തിട്ടില്ല, ചേർത്ത് പിടിച്ചിട്ടില്ല. പക്ഷെ മക്കള് ചില മുഹൂർത്തങ്ങളിൽ നമ്മളെ ഖുർറത്ത് അഅ്യുനായി മാറുമ്പോ നമ്മളറിയാതെ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. എന്റെ മോനാണല്ലോ, എന്റെ മോളാണല്ലോ. ആ സന്തോഷത്തെ പോലെ മക്കള് കാരണം നമുക്ക് സങ്കടത്തിന്റെ കണ്ണീരും വന്നേക്കാം. അത് സൂക്ഷിക്കണം. ആ സന്തോഷം പോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് സങ്കടത്തിന്റെ കണ്ണീരും വന്നേക്കാം. നബി തങ്ങൾ പറഞ്ഞു, ഒരു പ്രവചനാണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പ്രവചനം.
എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞത്? എന്റെ ഉമ്മത്തിന് ഈ ഒരു സ്ഥിതി വരെ വരും മക്കളെ കൊണ്ട്. എന്ത്? ഒരു മനുഷ്യൻ വളർത്തൽ, പോറ്റി വളർത്തൽ, വലദൽ കൽബ്, ഒരു നായയുടെ കുട്ടിയെ, ഒരു പട്ടിയുടെ കുട്ടിയെ പോറ്റി വളർത്തൽ, ഖൈറുൽ ലഹു, അവന് എത്രയോ ഖൈറാൻ മിൻ അൻ യുറബ്ബിയ വലദൽ ലഹു, സ്വന്തം മകനെ, മകളെ പോറ്റി വളർത്തുന്നതിനേക്കാൾ. ആ ഒരു സ്ഥിതി വരെ എന്റെ ഉമ്മത്തിൽ ചില ആളുകൾക്ക് വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂല് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രവചിതാഹ, ആ പ്രവചിച്ച കാര്യങ്ങൾ നടക്കാതെ ഖിയാമത്ത് നാള് സംഭവിക്കൂല എന്നാണ്. ഏറെക്കുറെ ആയില്ലേ? കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ, പ്രതീക്ഷിച്ചതാണോ ഈ പ്രളയം ഇത്രയും വലിയ ഉഗ്ര താണ്ഡവം മുഴക്കി, രൗദ്രഭാവം മുഴക്കി കടന്നു വരുന്നു? ഇല്ല. പെരിയാറും ഗംഗയും എല്ലാ നദികളും, പേരാറും ഭാരതപ്പുഴയും നളയും ചാലിയാറും തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒക്കെ അതിന്റെ നാവ് നീട്ടി ഇങ്ങനെ വന്നപ്പോ അതവിടെ നിൽക്കും എന്ന് വിചാരിക്കുമ്പോ അടുത്ത പ്രഭാതത്തിൽ എണീക്കുമ്പോ വീണ്ടും നാവ് നീട്ടി നമ്മുടെ പടിക്കലെത്തി, നമ്മുടെ വീട്ടിൽ കയറി 1-ാം നിലയിലേക്ക് അടക്കം എത്തി നോക്കി, നമ്മളെ പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. എവിടുന്നാണ് ഈ സ്രോതസ്? വേനൽക്കാലത്ത് ഈ നടുറോട്ടിൽ വെള്ളം കിട്ടാതെ കുടവുമായിട്ട് തക്കം പാർത്ത് നിന്നവരാണ് നമ്മുടെ കുടുംബിനികൾ. നമ്മുടെ തലക്ക് മുകളിലൂടെയാണ് ഉഗ്രഭാവം മുഴക്കിയിട്ട് പേമാരിയുടെ പ്രളയ ശീകരങ്ങൾ കടന്നു വന്നത്. ഇതൊക്കെ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ എല്ലാം ആക്കി മാറ്റാൻ കഴിയും. അവന്റെ ആകുന്ന റിമോട്ട് കൺട്രോളിന്റെ ബട്ടണിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മൾ എന്നുള്ള ബോധം ഇടക്കിടക്ക് നമുക്ക് വേണം. അവൻ പ്ലേ നിൽക്കുമ്പോ നമ്മൾ രാവിലെ എണീക്കാൻ, അവൻ പോസ് നിൽക്കുമ്പോ നമ്മൾ രാത്രി പോയി കിടക്കാൻ, പിറ്റേ ദിവസം രാവിലെ അവൻ പ്ലേ നിൽക്കിയാൽ മാത്രമേ എണീക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് റിമോട്ടിൽ വേറൊരു ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ്. ആ ബട്ടൺ നിൽക്കിയാൽ പിന്നെ നമ്മുടെ മയ്യത്തും കരയിൽ 6 അടി മണ്ണ് കുഴിക്കണം, അനൗൺസ് വണ്ടി റെഡിയാവണം, ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് വേറെ ഒരു ടീം പോവണം, മയ്യത്ത് കെട്ടിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരണം, വാട്സപ്പിൽ വാർത്ത, ഫേസ്ബുക്കിൽ വാർത്ത, ആളുകൂടി വീട്ടിൽ പന്തൽ കെട്ടി. എത്ര പെട്ടെന്നാണ് അവസ്ഥ മാറുന്നത്, എത്ര പെട്ടെന്നാണ് അവസ്ഥ മാറുന്നത്. എന്നിട്ടും പണ്ഡിതൻ പറയാൻ, എല്ലാ ദിവസവും നമ്മുടെ മുന്നിലൂടെ മയ്യത്തുകൾ പോവാൻ. ഒന്നുകിൽ നമ്മൾ മയ്യത്തിന്റെ കാല് പിടിച്ചിട്ടുണ്ടാകും, മയ്യത്ത് കട്ടിലിന്റെ കാല്, അല്ലെങ്കിൽ നമ്മൾ മയ്യത്തിനെ കുളിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കഫൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുന്തിരിക്ക ഒലുവാനും പുകച്ചിട്ടുണ്ടാകും, റോസ് വാട്ടർ തെളിച്ചിട്ടുണ്ടാകും, ഖബർ കുഴിച്ചിട്ടുണ്ടാകും, ഖബർ കണ്ടിട്ടുണ്ടാകും. മിൻഹാ ഖലഖനാകും ഒരു പിടി, വഫീഹാ നുഈദുകും 2 പിടി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ ഒടുക്കത്തെ പിടി, ഒരുപാട് പിടികൾ വാരിയിട്ടിട്ടുണ്ടാകും. എന്നാലും പോയി കിടക്കുമ്പോ നമ്മളോട് നമ്മളെ മനസ്സ് പറയില്ല, നീ അങ്ങനെ പോയി കിടക്കുമ്പോ നിന്റെ മുകളിൽ കുറച്ച് പിടികൾ വരുമല്ലോ. അതാണ് ദുനിയാവ്. ഇത് ദുനിയാവാണ് എന്ന ബോധം നമുക്ക് വേണം. നമ്മളെ കുട്ടികളെല്ലാം അഭ്യസിപ്പിക്കണം. എല്ലാ വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം, കൊടുത്തേ തീരൂ. എന്ത് വേണം? മതം പഠിച്ച ഭൗതിക ഉദ്യോഗസ്ഥനെങ്കിലും ആക്കാൻ കഴിയണം. ഇതൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അജണ്ടയല്ല. പിന്നെ ഒരു ഭൗതിക ഉദ്യോഗസ്ഥൻ മുസ്ലിം സമുദായത്തിൽ ഏത് ഭൗതിക മേഖലയിലേക്ക് പോകുന്നവനാണെങ്കിലും ശരി, ആദ്യം അവൻ മതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ആ സീറ്റിൽ കൊണ്ടുപോയിരുത്താം. കാരണം അവനൊരു വില്ലേജ് ഓഫീസറായിട്ട് പോയിരിക്കുമ്പോ എല്ലാ മതക്കാരോടും നീതി പുലർത്താൻ അവന് കഴിയും. കാരണം അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? 500ന്റെ നോട്ട് കെട്ടുകൾ വന്നിട്ട് എന്നോട് ആ ഫയലിൽ സൈൻ ചെയ്യാൻ പറയുമ്പോ സൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. കാരണം ഡെമോക്രസിന്റെ വാള് പോലെ എന്റെ തലക്ക് മുകളിൽ ഉടയ തമ്പുരാന്റെ കണ്ണുകൾ ആടിക്കളിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യു ആർ അണ്ടർ സിസിടിവി സർവൈലൻസ്. ഏതാണ് ആ സിസിടിവി? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മുകളിൽ നിന്റെ റബ്ബിന്റെ കണ്ണുണ്ട് നിന്റെ നേരെ.
ആ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഏത് സീറ്റിൽ പോയിരുന്നാലും അവിടെ അഴിമതി ഉണ്ടാവൂല, അവിടെ സ്വജനപക്ഷപാതം ഉണ്ടാവൂല. എല്ലാ മതക്കാർക്കും നീതി, എല്ലാ മതക്കാർക്കും ധർമ്മം, എല്ലാ മനുഷ്യർക്കും ആശ്വാസം. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കൾക്ക് ബോധം കൊടുക്കണം, വിശ്വാസം കൊടുക്കണം. മുകളിൽ ഒരുത്തനുണ്ട് എന്ന ബോധം. ഒറ്റക്കിരിക്കുമ്പോഴും ആ ഒരുവനെ പേടിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. അല്ലാതെ ഇനി അടുത്ത നൂറ്റാണ്ടിലൊന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല, നീ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ മുമ്പിൽ നമ്മൾ അടഞ്ഞ അധ്യായമാകുന്നത് ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ല. പിന്നെ എന്തുപയോഗിച്ചാലും അള്ളാഹു ഒരുത്തൻ കാണും. ഖബറിൽ അവൻ പിടിക്കും, മഹ്ശറിൽ അവൻ പിടിക്കും, സിറാത്തിൽ അവൻ പിടിക്കും, ഹിസാബിൽ അവൻ പിടിക്കും. ഈ ബോധം ഉള്ളിന്റെ ഉള്ളിക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കുട്ടി ഏത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ലോകത്തേക്ക് വിട്ടാലും പിഴക്കൂല. 100% ആ ഉറപ്പ് കൊടുക്കാനുള്ള ഈമാൻ നമ്മുടെ കുട്ടികൾ കൊടുക്കും. അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മൾ യുപിയിലും ബീഹാറിലും ആസാമിലും ആന്ധ്രയിലും ഒന്നല്ല. എല്ലാ സംവിധാനവും മൂക്കിന്റെ ചോട്ടിൽ സജ്ജമാക്കപ്പെട്ട കേരളത്തിലാണ്. എന്നിട്ടും നമ്മളത് പഠിക്കണില്ല. അള്ളാന്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ മറുപടി പറയും? അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ വർഷം മുതൽ നമ്മൾ പുതിയൊരു സിലബസ് മലപ്പുറം ജില്ലയിൽ ആരംഭം കുറിക്കുകയാണ്. ആ സിലബസ് ഇങ്ങനെയാണ്: SSLC കഴിഞ്ഞിട്ട് എല്ലാ വിഷയത്തിലും ഫുൾ ബ്രൈറ്റായ ബ്രില്യൻ്റായ കുട്ടികൾക്ക് മാത്രം. അതിൽ യാതൊരു രീതിയിലുമുള്ള റെക്കമെൻഡുകൾ പരിഗണിക്കുന്നതല്ല. നമുക്ക് റിസൾട്ടാണ് പ്രധാനം. ഈ വിഷയത്തിൽ നല്ല ബ്രെയിനുള്ള കുട്ടികൾ, ഷാർപ്പ് ബ്രെയിനുള്ള കുട്ടികൾ, ബ്രില്യൻ്റായ മക്കളെ ചേർത്ത് അവർക്ക് ഫിഖ്, ഹദീസ്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്, തഫ്സീർ, വളരെ പ്രധാനപ്പെട്ട ദീനിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് അവരൊരു മതപണ്ഡിതനാക്കിയിട്ട് നമ്മൾ പുറത്തു വിടും എന്നൊരിക്കലും നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നില്ല. അതിലപ്പുറം അവരൊരു ഉദ്യോഗസ്ഥനാക്കി മാറ്റും. അഥവാ സയൻസിൽ നീറ്റ് പരിശീലനം ശരിക്ക് കൃത്യമായിട്ട് കൊടുക്കുക. ഹ്യൂമാനിറ്റീസിന്റെ മേഖലയിലാണെങ്കിൽ ഡിഗ്രി കൊടുക്കുക, PSc UPSC പരിശീലനങ്ങളൊക്കെ തന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. കൊമേഴ്സിന്റെ മേഖലയിലാണെങ്കിൽ CA ACCA പരിശീലനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ദീന് പഠിച്ചൊരു കുട്ടി എങ്ങനെ ഇറങ്ങട്ടെ? ഒരു ഉസ്താദ് സക്കാത്തിന്റെ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിരിക്കും നാളെ ദീന് പഠിച്ച ഒരു CA-കാരൻ സക്കാത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. ഒരു CA-കാരനായ മതം പഠിച്ച ഒരാൾ, ഫിഖ് പഠിച്ച ഒരു CA-കാരൻ ഇവിടെ വന്നിട്ടൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ട് നിങ്ങളെ സ്വത്തിന്റെ 2.5 അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്, അതിന്റെ അവകാശികളുടെ ഗ്രാഫ് ഇതാണ്, അത് ഇന്നാലിന്ന സ്വത്തിൽ ഇന്നാലിന്ന രീതിയിലാണ് അതിന്റെ വിഭജനം എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്ത് കൊടുത്താൽ ആ ക്ലാസ്സിൽ ഇരുന്ന മുഴുവൻ ചെറുപ്പക്കാരും വീട്ടിൽ പോയിട്ട് കാൽക്കുലേഷൻ നടത്തും. എന്റെ അന്നൽ ഇൻകം എത്രയാണ്, അതിന്റെ 2.5% എത്രയാണ്, അത് ഞാൻ നിർബന്ധമായിട്ടും പാവപ്പെട്ടവന് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എല്ലാവർക്കും നന്മ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ എല്ലാ പാഠ്യേതര വിഷയങ്ങളൊക്കെ ഉണ്ട്, ഭാഷകളുണ്ട്, കൃത്യമായ പ്രഭാഷണ പരിശീലനങ്ങളുണ്ട്, സാഹിത്യ അഭിരുചികൾ, കഥ, കവിത, നോവൽ അഭിരുചികൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്, കായിക മേഖലയിലും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ല ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയിൽ അതിന്റെ ആദ്യ പടി നമ്മൾ തുടക്കം കുറിക്കുന്നു എങ്കിലും നമുക്ക് എല്ലാ ജില്ലകളിലേക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീഡ് എവിടേക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് അവിടേക്കൊക്കെ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് നമ്മുടെ സിലബസ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. കാരണം സിലബസ് എല്ലാം കൃത്യമായി 2 വർഷത്തെ നിതാന്തമായ പഠനം ആ വിഷയത്തിൽ നടത്തപ്പെട്ടതിന് ശേഷമാണ് സിലബസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്നെ പലതും കിതാബ് സ്വലാത്ത്, ഒരു ഫിഖഹിന്റെ കിതാബ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിതാബാണ്ട് മറച്ചു വെച്ചിട്ട് അർത്ഥം വെച്ച് കൊടുക്കുന്ന രീതിയേ ഈ സിലബസിൽ ഉണ്ടാവില്ല, ക്ലാസ് റൂമിൽ ഉണ്ടാവില്ല. മുഴുവൻ ക്ലാസ് റൂമുകളും ഓഡിയോ വിഷ്വൽ സൗകര്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളാകണം. അതിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകനും അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള മതവും ഭൗതികവും എല്ലാം പഠിച്ച അധ്യാപകനുമായിരിക്കണം. എന്നിട്ടോ ഈ കുട്ടികൾക്ക് ആദ്യം നിസ്കാരത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് കാണിച്ചു കൊടുക്കുന്നത്, കൃത്യമായി എങ്ങനെ നിസ്കരിക്കണം. രണ്ടാമത്തത് അത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാൻ, എന്നിട്ടാണ് നമ്മൾ കിതാബ് സ്വലാത്ത് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ കുട്ടിക്ക് മനസ്സിൽ വേഗം പതിയും റുക്ന് എത്രയാണ്, ഷർത്ത് എത്രയാണ്, എന്റെ മുഅക്കദായ സുന്നത്തുകൾ ഏതൊക്കെയാണ്, റവാത്തിബ് ഏതൊക്കെയാണ്, ഫർളുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എന്തൊക്കെയാണ്, വളരെ കൃത്യമായിട്ട് നമ്മളെ കുട്ടിക്ക് അത് പഠിച്ചു കഴിഞ്ഞ്
കഴിഞ്ഞിരിക്കും, അവന്റെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. ഈ വിദ്യാഭ്യാസ രീതിയുടെ ഒരു പാക്ക്ഡ് സിസ്റ്റമാണ് നമുക്കിനി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളുടെയും പിന്തുണ വേണം. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഞാൻ വളാഞ്ചേരിയിൽ 10-30 കുട്ടികളെ ഇപ്പോൾ PSC വൺ ടൈം രജിസ്ട്രേഷൻ നിർവഹിച്ചു. മുതല്ലിമീങ്ങളായ കുട്ടികളെ വൺ ടൈം രജിസ്ട്രേഷൻ നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് ദീനിയായ ദഅവത്തുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പൊതുസമൂഹം കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാ വിഷയവും വളരെ കൃത്യമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയാൻ കാരണം, വേറെ ഒന്നുകൊണ്ടുമല്ല. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഇതൊക്കെ നമുക്ക് ചെയ്യണം.